Hello friends, welcome back to one more session of indefinite integration. നമ്മൾ ആദ്യത്തെ സെഷനിൽ ബേസിക് ഇന്റഗ്രേഷന്റെ ഫോർമുല ഒക്കെ വെച്ചുള്ള വളരെ ചെറിയ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ പഠിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ മെയിൻ ആയിട്ടൊരു ഹെഡിങ്ങിൽ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ഇനി നമ്മൾ പോകാൻ പോകുന്ന ഫ്ലോ ഇങ്ങനെയാണ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെയും ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചുള്ള ഇന്റഗ്രേഷന്റെയും ഇതിന്റെ രണ്ടിന്റെയും ഇന്റഗ്രേഷന്റെ ഒരു 15 ചോദ്യം വെച്ച് NCERT ആദ്യം നമ്മൾ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ പിന്നെ അടുത്ത, അതായത് രണ്ടാമത്തെ വീഡിയോയിൽ ഇതായിരിക്കും, മൂന്നാമത്തെ വീഡിയോയിൽ ഇതായിരിക്കും, പിന്നെ 4, 5, 6 വീഡിയോകളിൽ ഈ ടോപ്പിക്സിന്റെ തന്നെ ജെഇയുടെ ടോപ്പിക്സ് എന്തുവരും? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനും ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസുമായിട്ടുള്ള വരും. അപ്പൊ നിങ്ങൾ കാണുമ്പോഴത്തേക്കും NCERT മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കരുത്. NCERT വളരെ നല്ല ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ രണ്ട് ടോപ്പിക്കും NCERT നിന്ന് എടുക്കുന്നു. പിന്നെ വീഡിയോസ് 4, 5, 6 ഇതിന്റെ ജെഇ അടിച്ച് പൊളിച്ചങ്ങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? കൂളല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കിടക്കാം. ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തെന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷന് തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ ഡെറിവേറ്റീവും ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഇതാണ് ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഓക്കെ, ചിലപ്പോൾ അത് ഭയങ്കര ഒബ്വിയസ് ആയിട്ട് അതിൻ്റെ അകത്ത് കാണത്തില്ല. നിങ്ങൾ അത് ചിലപ്പോൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ വരും. ഐഡന്റിഫൈ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ വിത്ത് എ ന്യൂ വേരിയബിൾ. ഞാൻ യു എന്നോ ടി എന്നോ ഒക്കെ ആയിരിക്കും, യു വി ടി എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ടി എന്നാണ് ഞാൻ ഇടുന്നത്, ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ വിത്ത് ഡെറിവേറ്റീവ്, ഡിഫറൻഷിയേറ്റ് ആൻഡ് ദെൻ കൺവേർട്ട് ടു ഇന്റഗ്രബിൾ ഫോംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ആ ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡെറിവേറ്റീവിനെ കാണാൻ സാധിക്കുമായിരിക്കും. ആ ഫംഗ്ഷനെ ടി എന്നോ യു എന്നോ വി എന്നോ വിളിച്ചിട്ട് അതിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇന്റഗ്രബിൾ ഫോമിലേക്ക് കൺവേർട്ട് ആകും. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. ഇനി ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊടിയായിട്ട് മനസ്സിലാവും, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ 15 ചോദ്യങ്ങൾ ചെയ്തു. 16ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ്ലി ഒരു 350 ചോദ്യമാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷനിൽ എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര എത്തും നോക്കാം. ഓക്കെ, അപ്പൊ 16ാമത്തെ ചോദ്യം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ dx. നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനെയും അതിന്റെ ഡെറിവേറ്റീവിനെയും കാണാൻ സാധിക്കുമല്ലോ. ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അല്ലേ ഈ മുകളിൽ കിടക്കുന്ന 2x എന്ന് പറയുന്നത്? അതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഈ കാര്യം പിടിയില്ല. ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടുമെന്ന് മനസ്സിലോ. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? പുട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ആസ് എ ടി. 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഞാൻ ടി എന്നങ്ങ് വിളിച്ചു. ടി എന്ന് പറയുന്നത് ഏതാണ്? വേറൊരു വേരിയബിൾ ആക്കി വിളിച്ചു. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1ന്റെ ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുന്നത് dt ബൈ dx എന്ന് വരും. അതായത് 2x dx എന്ന് പറയുന്നത് dt എന്ന് വരും. ഇത്രയും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? 2x dx എന്ന് പറയുന്നതിനെ നമുക്ക് dt എന്ന് വിളിച്ചൂടെ? ഈസി ആയിട്ട് വിളിക്കാം. ഇതിനെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിനെ ഇന്റഗ്രൽ, ഈ 2x dx എന്ന് പറയുന്ന ഇന്റഗ്രലിനെ എനിക്ക് dt എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ടി എന്ന് നമുക്ക് വിളിക്കാം. സോ ഈ ഇന്റഗ്രൽ എന്തായി മാറി? ഇന്റഗ്രൽ dt ബൈ ടി. ഇന്റഗ്രൽ dx ബൈ എക്സ് എന്താണ്? ലോഗ് മോഡ് എക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ dt ബൈ ടി എന്ന് എന്ത് പറയുന്നതാണ്? ലോഗ് മോഡ് ടി പ്ലസ് സി അല്ലെ? ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി, ബിക്കോസ് ടി എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ്. ടി എന്തായിരുന്നു? 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു. സോ ദി ആൻസർ വിൽ ബിക്കം ലോഗ് മോഡ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. കാര്യം പിടികിട്ടിയോ മക്കളെ? വളരെ സിമ്പിൾ അല്ലായിരുന്നോ? അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. 17ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് dx. ഇതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെയും കാണാൻ പറ്റുമോ?
log xന്റെ ഡെറിവേറ്റീവ് 1/x അല്ലേ? ഈ log xന്റെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ 1/x dx കിട്ടത്തില്ലേ? അപ്പൊ നമ്മൾ എന്തായിരിക്കണം പുട്ട് കൊടുക്കേണ്ടത്? ഏത് പാർട്ടിനാണ് പുട്ട് കൊടുക്കേണ്ടത്? പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടല കിട്ടുന്നത് എവിടെയാണ്? നമ്മൾക്ക് ലെറ്റ്സ് പുട്ട് log x as a t. log x നെ നമ്മൾ t എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ log x ന്റെ ഡെറിവേറ്റീവ് 1/x dx എന്ന് പറയുന്നത് dt ആയിട്ട് മാറും അല്ലെ? log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ് അല്ലെ? സോ 1/x എന്ന് പറയുന്നത് dt/dx ആണ്. ആ dx നെ ഇപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുവന്നു. ഇതിനിപ്പം ഡയറക്റ്റ് അങ്ങനെ എഴുതി തുടങ്ങാം. ഓക്കെ, സോ 1/x dx എന്ന് പറയുന്നത് dt ആണ്. ഈ 1/x dx ഇവിടെ ഇല്ലേ? നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രലിനെ എന്തെങ്കിലും എഴുതാം? log x എന്ന് പറയുന്ന t ആണ്, അതായത് log x the whole square t square ആണ്. ഈ dx/x എന്ന് പറയുന്നത് dt ആണ്. സോ the integral will become integral t square dt. integral t square dt എന്ന് പറയുന്നത് എന്താണ്? integral of x raised to n dx എന്ന് പറയുന്നത് x raised to n plus 1 by n plus 1 plus c. അപ്പൊ ഇതെന്ന് പറയുന്നത് 2t raised to 2 plus 1 by 2 plus 1 plus c, അതായത് t cube divided by 3 plus c എന്ന് പറഞ്ഞു വരും. t യുടെ വാല്യൂ എന്താണ്? log x. so this will become log x the whole cube divided by 3 plus c എന്ന് പറഞ്ഞു വരും. കാര്യം പിടികിട്ടിയോ? so the answer will become log x the whole cube divided by 3 plus c എന്ന് പറഞ്ഞു വരുന്നതായിട്ട് കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം എത്രയായിരുന്നു? 17 കഴിഞ്ഞു. അടുത്തത് നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. 18ാമത്തെ ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് sin x into sin of cos x dx എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് പറയുന്നത്. നമുക്കറിയാം cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളിപ്പോ എവിടെ എന്തിനെയാണ് ഡെറിവേറ്റീവ് ആയിട്ട് ഇടുന്നത്? ലെറ്റ്സ് പുട്ട് cos x, ഈ സൈനിന്റെ ഉള്ളിലുള്ള cos x നെ t എന്ന് വിളിച്ചു കഴിഞ്ഞാൽ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x dx ആണ്. അതിനെ നമുക്ക് dt എന്ന് വിളിക്കാം. അതായത് sin x dx എന്ന് പറയുന്നത് മൈനസ് dt ആണല്ലോ. ഈ മൈനസിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഈ sin x dx ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഈ ടോട്ടൽ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇന്റഗ്രൽ ഓഫ് sin x into dx നെ മൈനസ് dt ആക്കി മാറ്റി. ഈ sin of cos x എന്ന് പറയുന്ന t അല്ലേ? so the question became sin of t into minus dt അല്ലെ? so this is minus of integral sin t dt. ഇന്റഗ്രൽ sin t എന്ന് പറയുന്ന എന്താണ്? എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് sin എന്ന് പറയുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഇന്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ് അല്ലെ? സോ ദിസ് ഇസ് മൈനസ് കോസ് ടി പ്ലസ് സി എന്ന് വരും. സൈൻ ടി ഡി ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണല്ലോ. സോ മൈനസ് കോസ് ഓഫ് ടി പ്ലസ് സി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി പോയി. സോ ദി ആൻസർ വിൽ ബിക്കം കോസ് ഓഫ് ടി പ്ലസ് സി. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ബാക്ക് ദ വാല്യൂ ഓഫ് ടി. ടി എന്തായിരുന്നു നമുക്ക്? ടി എന്ന് പറയുന്നത് നമുക്ക് ടി എന്ന് പറയുന്ന cos x ആയിരുന്നു. സോ ദി ആൻസർ വിൽ ബിക്കം cos ഓഫ് cos x പ്ലസ് സി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാര്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്പോർട്ടന്റ് എടുക്കേണ്ട ആയിട്ടുള്ള കാര്യത്തെ ഞാനിപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് 18 കഴിഞ്ഞു 19. ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇന്റഗ്രൽ ഓഫ് സൈൻ ഓഫ് എം എക്സ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആവുമ്പം ഇതിനെ ഡിവൈഡ് ചെയ്യണമെന്ന്. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഞാൻ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ സൈൻ ഓഫ് എം എക്സ് ഡി എക്സിനെ ഞാൻ എന്ത് വിളിക്കും? എം എക്സിനെ ടി എന്ന് വിളിക്കും. എം എക്സിനെ ടി എന്ന് വിളിച്ചതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത എം കോൺസ്റ്റന്റ് ആണ്. എം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. ഡി ടി എന്ന് വരും അല്ലെ? അപ്പൊ നമുക്ക് ഡി എക്സ് എന്ന് പറയുന്നതിനെ ഡി ടി ഡിവൈഡഡ് ബൈ എം എന്നും വിളിക്കാമല്ലോ. വിളിക്കാം. അങ്ങനെ ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ഡിവൈഡഡ് ബൈ എം എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രലിനെ എനിക്ക് സൈൻ ഓഫ് എം എക്സ് എന്ന് പറയുന്ന സൈൻ ഓഫ് ടി എന്ന് വിളിക്കാം. അതിന്റെ ഡി എക്സിനെ ഡി ടി ഡിവൈഡഡ് ബൈ എം എന്ന് വിളിക്കാം. ഈ എം അങ്ങ് താഴെ പോയി 1/m ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി എന്ന് വന്നില്ലേ? വന്നു. 1/m ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് കോസ് ടി അല്ലെ? ഇന്റഗ്രൽ ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്.
പ്ലസ് സി എന്ന് വരും. സോ ദിസ് ഇസ് മൈനസ് കോസ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? എം എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് സി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രൽ എഴുതിയിട്ട് ഉള്ളിലുള്ള ഫംഗ്ഷൻ ലീനിയർ ആണെങ്കിൽ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് സി അങ്ങ് ആഡ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ കാര്യം പിടികിട്ടി എല്ലാവർക്കും. സോ ദി ആൻസർ വിൽ ബിക്കം മൈനസ് കോസ് ഓഫ് എം എക്സ് ഡിവൈഡഡ് ബൈ എം പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരം ഇതിൽ വരുന്നതായിട്ട് കാണിക്കും. ഇതാണ് ഞാൻ ഈ ചോദ്യം എടുത്തതിന് കാര്യം. ഈ ലീനിയർ ഫംഗ്ഷൻ വരുമ്പം ഈ ഡിവിഷൻ എവിടുന്ന് വരുന്നു എന്നുള്ളതിന്റെ ലോജിക്കും കൂടെ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യം ഇപ്പോൾ എടുക്കാനുണ്ടായ സാഹചര്യം. ഓക്കെ, സോ 19ാമത്തെ ചോദ്യവും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20ലേക്ക് കിടക്കാം. ഓക്കെ, 20ലേക്ക് നമുക്ക് ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നു തുടങ്ങാവുന്നതാണ്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓർ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി. റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ഇന്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 1/2 ഡി എക്സ് എന്ന് എഴുതാം. ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതുന്നത്? എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 പ്ലസ് സി. ഇത് തീർന്നോ? ഇല്ല. ഡിവൈഡഡ് ബൈ ദ ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന എ എന്ന് പറഞ്ഞു വരും അല്ലെ. So this will become ax plus b whole raised to 3/2 whole divided by a times of 3/2 plus c. Then 2/3a times of ax plus b whole raised to 3/2 plus c എന്ന് പറയാം. ഇതൊരു ലീനിയർ ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇതിനെ തന്നെ നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ട? ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് അല്ലേ? അതെ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമുക്കറിയാം ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 1/2 ഡി എക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എ എക്സ് പ്ലസ് ബി ടി എന്ന് എഴുതി കഴിഞ്ഞാൽ എ ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി എന്ന് എഴുതാം. അതായത് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ഇന്റഗ്രൽ ഓഫ് എ എക്സ് പ്ലസ് ബി ടി ആണ്. ടി റേസ് ടു 1/2 ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞു വന്നു. സോ ദിസ് വിൽ ബിക്കം 1/a ടൈംസ് ഓഫ് ടി റേസ് ടു 1/2 ഡി ടി അല്ലെ. സോ ദിസ് ഇസ് 1/a ടൈംസ് ഓഫ് ടി റേസ് ടു 1/2 നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് സി ആയി. സോ ഈ 2/3 ഇങ്ങനെ പോയി 2/3a ആയി. ടി റേസ് ടു 3/2 ടി എന്ന് പറയുന്നത് എന്താണ്? എ എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 3/2 പ്ലസ് സി. ഇത് തന്നെ അല്ലായിരുന്നു നമുക്ക് പ്രീവിയസ്ലിയും കിട്ടിയ ആൻസർ? അതേ ഉത്തരം തന്നെ നമുക്ക് നേരത്തെയും കിട്ടിയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ 20 ചോദ്യങ്ങൾ ചെയ്തു. ഈ ചോദ്യം നമ്മൾ രണ്ട് രീതിയിലും ചെയ്യാനായിട്ട് പഠിച്ചു. ഓർക്കുക, ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി എഴുതാവൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 21ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 21ാമത്തെ ചോദ്യം നമ്മളോട് പറയുന്നത് 21ാമത്തെ ചോദ്യം ഏതെടുക്കും? നമുക്ക് ഇവനെ അങ്ങ് എടുക്കാം. ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ ഓഫ് 4x plus 2 times of root of x square plus x plus 1. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിൽ ഡി എക്സ്. ഇതിന്റെ അകത്ത് ഫംഗ്ഷനും ഡെറിവേറ്റീവും ഡയറക്ട്ലി കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആസ് എ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2x plus 1 dx എന്ന് പറയുന്നത് ഡി ടി എന്ന് കിട്ടും. ഇവിടെ 2x plus 1 dx എവിടെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ഈ 4x plus 2 2 അങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 into 2x plus 1 times of root of x square plus x plus 1 dx എന്ന് എഴുതാം. ഈ 2x plus 1 dx നെ നമുക്ക് dt എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇന്റഗ്രൽ 2 times of 2x plus 1 dx എന്ന് പറയുന്ന dt ആണ് into root of t എന്ന് വന്നു. So this is 2 times of integral of root of t എന്ന് പറഞ്ഞാൽ t raised to 1/2 dt എന്ന് വന്നു. So this is 2 times of integrate ചെയ്ത് കഴിഞ്ഞാൽ t raised to 3/2 divided by 3/2 plus c എന്ന് വന്നു. ഈ 2 അങ്ങ് മുകളിൽ പോയി കഴിഞ്ഞാൽ 4/3 times of t raised to 3/2. t എന്ന് പറയുന്നത് എന്തായിരുന്നു? x square plus x plus 1 whole raised to 3/2 plus c എന്ന് പറയുന്ന ഒരു രീതിയിലെ ഉത്തരം നമുക്ക് ഇവിടെ ഈസി ആയിട്ട് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ലോജിക്ക് കിട്ടിത്തുടങ്ങുന്നില്ലേ? ചെറുതായിട്ട് കിട്ടിത്തുടങ്ങിയാൽ മതി. ആദ്യം തന്നെ മൊത്തത്തിൽ കിട്ടണമെന്ന് ഒരു നിർബന്ധവും നമുക്കില്ല.
ഓക്കെ, അപ്പൊ നമ്മൾ 21 ചോദ്യങ്ങൾ ചെയ്തു. 21 ചോദ്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്ക് 22ാമത്തെ ചോദ്യത്തിലേക്കും കടന്നാലോ? 22ാമത്തെ ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് റൂട്ട് എക്സ് ഡി എക്സ്. ഇനി മുതൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെയും കാണാൻ സാധിച്ചില്ലെന്ന് വരും, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ചൂഴ്ന്ന് കണ്ടെത്തണം. അതൊരു സ്കില്ലാണ്, ആ സ്കില്ലാണ് നമ്മൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ ഒന്നിനെയും ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെയും കാണില്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൽ ഞാനൊരു റൂട്ട് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ റൂട്ട് എക്സ് മൈനസ് 1 എന്ന് വന്നില്ലേ? ഇങ്ങനെ വന്നില്ലേ ഈ ചോദ്യം? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോ ഈ റൂട്ട് എക്സ് മൈനസ് 1നെ ടി എന്നങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റൂട്ട് എക്സ് മൈനസ് 1നെ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഡി ടി ആയിട്ട് വരും. കാരണം 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതായത് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിനെ 2dt എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുമോ ഇല്ലയോ? വിളിക്കാലോ. ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിനെ നമുക്ക് 2dt എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിനെ 2dt എന്ന് വിളിച്ചിട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് മൈനസ് 1നെ ടി എന്ന് വിളിക്കാം. കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പം ഇന്റഗ്രബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഇത് കൺവേർട്ട് ആയോ? ആയി. ഈ 2നെ ഞാൻ പുറത്തെടുത്തു. ഇന്റഗ്രൽ 1/t dt എന്തെന്ന് വിളിക്കാം? 2 ടൈംസ് ഓഫ് ലോഗ് മോഡ് ടി പ്ലസ് സി എന്ന് നമുക്ക് വിളിക്കാം. ദിസ് ഇസ് 2 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് ടി എന്ന് പറയുന്ന റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് നമുക്ക് വിളിക്കാം. കാര്യം പിടികിട്ടില്ലേ? സോ ദി ആൻസർ വിൽ ബിക്കം 2 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന് പറയുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തി. ഇങ്ങനെയാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇനി കുറച്ചും കൂടെ ഹയർ ലെവലിൽ കളിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ ഇനി കടക്കുന്നതാണ്. ഡോണ്ട് വറി. അപ്പോൾ നമ്മൾ 22ാമത്തെ ചോദ്യവും കഴിഞ്ഞു. 22ാമത്തെ ചോദ്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 23ാമത്തെ ചോദ്യം പറയുന്ന ഇതാണ്. ചോദ്യം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ഡി എക്സ്. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റഗ്രലോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുന്നുള്ളോ? എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പറ്റില്ലല്ലോ? ഓക്കെ, പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാനിപ്പുലേഷൻ അങ്ങ് ചെയ്യാൻ പോവാണേ. ഇതിനെ ഞാൻ ഒരു 4 കൊണ്ട് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഒരു ഡിഫറൻസും ഇല്ല. ഇത് എന്തുകൊണ്ട് ചെയ്തു? ഇതിനെ ഞാൻ ഇനിയിപ്പോ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാലോ. എക്സ് പ്ലസ് 4നെ ഒരു രീതിയിലും മൈനസ് ഇന്റഗ്രൽ 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4നെ വേറൊരു രീതിയിലും ഇന്റഗ്രേറ്റ് ചെയ്താലോ? ഈസി ആയിട്ട് ചെയ്യാലോ? ചെയ്യാം. ഈ എക്സ് പ്ലസ് 4 എന്ന് പറയുന്നതിനെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആരെങ്കിലും എന്റെ കൈ കയറി പിടിക്കുവോ? ഇല്ല, പിടിക്കത്തില്ല. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇതാണ് പതുക്കെ പതുക്കെ ഈ ലോജിക് ഒക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങത്തുള്ളൂ. ഇപ്പൊ താഴെ ഒരു ലീനിയർ വന്നപ്പോൾ മുകളിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള ലോജിക് ഒക്കെ പതുക്കെ പതുക്കെ ബിൽഡായി വരുന്നതാണ്. -4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടി അല്ലെ. ഇനി റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4നെ എനിക്ക് ഇങ്ങനെ എഴുതാലോ. ഇന്റഗ്രൽ ഒരു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 അങ്ങ് പോയി. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4 ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 4 ടൈംസ് ഓഫ് 1 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4നെ എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു -1/2 ഡി എക്സ് എന്ന് നമുക്ക് എഴുതാലോ. എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു -1/2 ഡി എക്സ് എന്ന് നമുക്ക് എഴുതി. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഇത്രയും പിടികിട്ടിയെങ്കിൽ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് എല്ലാവർക്കും അറിയാലോ. അറിയാം, ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ദിസ് ഇസ് ബേസിക്കലി ഇന്റഗ്രൽ എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 1/2 ഡി എക്സ് -4 ടൈംസ് ഓഫ് ഇന്റഗ്രൽ എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു -1/2 ഡി എക്സ് എന്ന് നമുക്ക് വന്നു. എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 1/2 ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 1/2 plus 1 divided by 1/2 plus 1 divided by derivative of x plus 4 1 ആയതുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ടതില്ല. -4 ടൈംസ് ഓഫ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് വെക്കാം എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു -1/2 plus 1 divided by -1/2 plus 1 plus c എന്ന് വരും അല്ലെ. സോ ദിസ് ഇസ് 3/2 താഴെ വന്ന് അതിനെ 2/3 ആയിട്ട് മുകളിൽ പോയി. 2/3 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 3/2 -4 ടൈംസ് ഓഫ് ഇവിടെ 1/2 ആണ് താഴെ വരുന്നത്, അത് മുകളിലോട്ട് പോകുമ്പോ 8 ആയി അല്ലെ. ഇൻറ്റു എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു -1/2 പ്ലസ് 1 എന്ന് പറയുന്നത് 1/2 പ്ലസ് സി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 2/3 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 3/2 മൈനസ്
8 ടൈംസ് ഓഫ് എക്സ് പ്ലസ് 4 ഹോൾ റേസ് ടു 1/2 പ്ലസ് സി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടിയോ ഇല്ലയോ? കിട്ടിയല്ലോ, കിട്ടി. ഇത് തന്നെയായിരുന്നു നമ്മുടെ കളി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം എന്തായിരുന്നു? 23 കഴിഞ്ഞു. 24ലേക്ക് കടക്കാം. 24ാമത്തെ ചോദ്യം പറയുന്നത് ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 എക്സ് പവർ 5 ഡി എക്സ് എന്ന് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇതും ഒന്ന് ചിന്തിക്കുക. ഇനി തൊട്ട് എല്ലാ ചോദ്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഇപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, എക്സ് ക്യൂബ് ഉണ്ട്, എക്സ് പവർ 5 ഉണ്ട്. എക്സ് പവർ 5ന്റെ ഡെറിവേറ്റീവ് എക്സ് പവർ 4 ഡി എക്സും ആണ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² ഡി എക്സും ആണ്. ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് പവർ 5ൽ നിന്ന് എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇതിനെ ഇങ്ങനെ ഒന്ന് എഴുതിയാലോ? എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 ഇൻറ്റു എക്സ് പവർ 5നെ എനിക്ക് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ? എഴുതാം. എഴുതാവോ ഇല്ലയോ? എഴുതാലോ, എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്തോടെ, ഈ എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 ഇൻറ്റു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്കറിയാം എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ഒന്ന് ചെയ്യാൻ പോവാം. ഈ എക്സ് ക്യൂബ് മൈനസ് 1നെ ഞാൻ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ 3x² ഡി എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി ടി ആയിട്ട് മാറത്തില്ലേ? അതായത് എക്സ് സ്ക്വയർ ഡി എക്സിനെ എനിക്ക് ഡി ടി ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാവോ? എഴുതാലോ. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഡി എക്സ് എന്നില്ലേ, അങ്ങനെ ഡി ടി ഡിവൈഡഡ് ബൈ 3 ആക്കി കൂടെ ചെയ്യാലോ. സോ ഇന്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് 1നെ എനിക്ക് ടി ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതി ഇൻറ്റു എക്സ് ക്യൂബിനെ ഈ -1നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടി പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റി അല്ലെ? എക്സ് ക്യൂബ് ഇവിടെ ഉള്ളതിന് ടി പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റി. ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സിനെ ഡി ടി ബൈ 3 എന്നും എഴുതാൻ പറ്റി. കാര്യം പിടിക്കാം. സോ ദിസ് വിൽ ബി 1/3 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു 1/3 ഇൻറ്റു ടി എന്ന് പറയുന്നത് ടി റേസ് ടു 4/3 ആയി അല്ലെ? പ്ലസ് ടി റേസ് ടു 1/3 ആയി ഡി ടി ആയി. ഓപ്പൺ ചെയ്തപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ? ഇനി ഇതിനെ രണ്ടിനെയും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. 1/3 ടൈംസ് ഓഫ് ടി റേസ് ടു 4/3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് 1 പ്ലസ് ടി റേസ് ടു 1/3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/3 പ്ലസ് 1 പ്ലസ് സി എന്ന് പറഞ്ഞു വന്നു. സോ ദിസ് ഇസ് 1/3 ടൈംസ് ഓഫ് ടി റേസ് ടു 7/3 divided by 7/3 plus t raised to 4/3 divided by 4/3 plus c എന്ന് നമുക്ക് വന്നു. കാര്യമല്ലേ? കാര്യമാണല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അപ്പൊ നമുക്ക് 1/3 അവിടെ തന്നെ ഉണ്ട്. 1/3 ടൈംസ് ഓഫ് ഈ 7/3 മുകളിലോട്ട് പോകുമ്പോൾ 3/7 ആയില്ലേ? 3/7 ടൈംസ് ഓഫ് ടി റേസ് ടു 7/3 അല്ലെ? ടി റേസ് ടു 7/3. ഈ 4/3 താഴെ വരുമ്പോൾ 3 മുകളിലോട്ട് പോകത്തില്ലേ? സോ പ്ലസ് 3/4 ടൈംസ് ഓഫ് ടി 3/4 ടൈംസ് ഓഫ് ടി റേസ് ടു 4/3 എന്ന് വരും അല്ലെ? പ്ലസ് ഒരു സിയിൽ നിന്ന് നമുക്ക് ഈ ഒരു 3 കോമൺ എടുത്തുകൂടി. രണ്ടിലും 3 കോമൺ എടുത്താൽ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3 ടൈംസ് ഓഫ് 1/7 ടൈംസ് ഓഫ് ടി റേസ് ടു 7/3 പ്ലസ് 1/4 ടൈംസ് ഓഫ് ടി റേസ് ടു 4/3 പ്ലസ് സി എന്ന് പറഞ്ഞു വരും. 3യും 3യും വെട്ടിപ്പോയി. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/7 ടൈംസ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ടി എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 1 ആണ് അല്ലെ? 1/7 ടൈംസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 7/3 പ്ലസ് 1/4 ടൈംസ് ഓഫ് ടി എന്ന് പറയുന്നത് വീണ്ടും എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 1 ടൈംസ് ഓഫ് റേസ് ടു 4/3 പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരം ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ നമ്മൾ ഒരു കാര്യം വീണ്ടും ചെയ്യാനായിട്ട് മറക്കരുത്. ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ആ കാര്യം എന്നാണ് ടിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതോടുകൂടി തന്നെ നമ്മുടെ ഫൈനൽ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? വളരെ നല്ലൊരു ചോദ്യമായിരുന്നു ഇത്. So the final answer is 1/7 times of x cube minus 1 whole raised to 7/3 plus 1/4 times of x cube minus 1 whole raised to 4/3 plus c എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമ്മൾ 24ാമത്തെ ചോദ്യവും കഴിഞ്ഞു.
24ാമത്തെ ചോദ്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീണ്ടും 25ാമത്തെ ചോദ്യവും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളിലേക്ക് ഇനി കിടക്കാം. കുറെ ചോദ്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. ഇനി കുറച്ചും കൂടെ ലെവല് കൂട്ടിയുള്ള ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതായിട്ട് നോക്കാം. ഓക്കെ. അടുത്തൊരു ചോദ്യം, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനിന്റെ ഡെറിവേറ്റീവിനെ ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് പുട്ട് tan inverse of x as a t. If tan inverse of x is t, 1/1 plus x square dx എന്ന് പറയുന്നതിനെ dt എന്ന് വിളിക്കാമല്ലോ. So this will become integral of e raised to tan inverse of x t ആണ്. dx divided by 1 plus x square എന്ന് പറയുന്നത് dt ആണ്. So integral e raised to t dt എന്ന് പറയുന്നത് എന്താണ്? e raised to t plus c തന്നെയാണ്. ഈ t എന്ന് പറയുന്നത് എന്താണ്? tan inverse of x ആണ്. So e raised to tan inverse of x പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരം ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സോ ദി ആൻസർ വിൽ ബി ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സോ 25ാമത്തെ ചോദ്യവും നമുക്ക് കഴിഞ്ഞു. 25ാമത്തെ ചോദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് 26ാമത്തെ ചോദ്യം ചെയ്യാം. 26ാമത്തെ ചോദ്യം ഇതാണ്, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2x പ്ലസ് 1 dx. ഇങ്ങനത്തെ ഒരു ചോദ്യം എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഡയറക്ട്ലി നിങ്ങൾക്ക് ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെ ഒന്നും കാണുന്നില്ലല്ലോ, തീർച്ചയായിട്ടും കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ ഈ ഇ റേസ് ടു 2x എനിക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് എഴുതാമല്ലോ. -1 ഡിവൈഡഡ് ബൈ ഇവിടെയും ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് -1 എന്ന് എടുക്കാം. ഇപ്പൊ ഞാൻ ന്യൂമറേറ്ററിൽ ഒരു ഇ റേസ് ടു എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇ റേസ് ടു എക്സ് ബാക്കി വരും. ഇവിടെ എന്തായി മാറും? അത് 1/e raised to x ആയി മാറും, കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഇ റേസ് ടു എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് -1/e raised to x കോമൺ വരും. ഇ റേസ് ടു എക്സും പോയി ഡി എക്സ് ഇവിടെ തിരിച്ചു വന്നു. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് 1/e raised to x എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1/e raised to x എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, ഡി എക്സ് എന്ന് നമുക്ക് ഇങ്ങനെ വന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു ഇവിടെ മൈനസ് അല്ല, സോറി, ഇത് പ്ലസ് ആയിരുന്നു, മറക്കരുത്, ഇവിടെ എല്ലാം പ്ലസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനെയും ഡെറിവേറ്റീവിനെയും കാണുന്നുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതട്ടെ. ഈ ഡിനോമിനേറ്ററിലുള്ള ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിനെ ടി എന്ന് വിളിച്ചിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ്, പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ, കാരണം ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് -1 വരും. ദിസ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. അതായത് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയിട്ട് വന്നു. ഇതിനെ കൊണ്ട് ഇവിടെ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് അല്ലേ ഇവിടെ ഉള്ളത്, അത് ഡി ടി, താഴെയുള്ളത് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് ടി പ്ലസ് സി. ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോഗ് മോഡ് ഓഫ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഉത്തരം നമുക്ക് കിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചല്ലോ. ഓക്കെ, അതായിരുന്നു നമ്മുടെ 26ാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ചോദ്യം തരാൻ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x dx. ഇത് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്തേക്കാം. ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഇന്റഗ്രേഷൻ നമുക്ക് കിട്ടി. 26 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 27ലേക്ക് കിടക്കാം. 27ലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് 27ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 27ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, ഇന്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ ഓഫ് 2x മൈനസ് 3 dx. ഇതാണ് നമ്മുടെ ചോദ്യം. ടാൻ സ്ക്വയർ ഓഫ് 2x മൈനസ് 3 dx. ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രൽ ഡയറക്റ്റ് ടാൻ സ്ക്വയറിനെ അറിയത്തില്ല, നമുക്കറിയാം സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആണ്. അപ്പൊ നമുക്ക് ടാൻ സ്ക്വയർ എക്സിനെ സീക് സ്ക്വയർ ഓഫ് 2x മൈനസ് 3 മൈനസ് 1 dx എന്ന് എഴുതാം. കാരണം സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് 1 ആകുമ്പോൾ ഇതിനെ ഇപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ സീക് സ്ക്വയർ എക്സ്
-1 എന്ന് പറയുന്നത് tan square x എന്ന് വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ sec square of 2x minus 1 dx, ഇതിനെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് sec square of 2x minus 3 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് എഴുതാം അല്ലെ. ഇന്റഗ്രൽ sec square x എന്താണ്? tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. സോ ദിസ് ഇസ് tan of 2x minus 3. ഉള്ളിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം അല്ലെ. ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 2x minus 3 എന്ന് പറയുന്നത് 2 എന്ന് വരും, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് വരും, പ്ലസ് സി എന്ന് വരും അല്ലെ. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? 2x minus 3 ടി എന്നൊക്കെ ഇട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് ചെയ്യേണ്ടത്. പക്ഷെ ലീനിയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്റഗ്രലിനെ ഇങ്ങനെ ഡയറക്ട്ലി അങ്ങ് എഴുതാം. സോ ഇതായിരുന്നു നമ്മുടെ 27ാമത്തെ ചോദ്യം. 27ാമത്തെ ചോദ്യം ഇതായിരുന്നെങ്കിൽ നമുക്ക് 28ാമത്തെ ഇൻട്രസ്റ്റിംഗ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, 28ാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ഇന്റഗ്രൽ ഓഫ് 2 cos x minus 3 sin x whole divided by 6 cos x plus 4 sin x. ഈ ഒരു ഇന്റഗ്രലിനെ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. dx ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? this 2 cos x minus 3 sin x ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കാണുന്നില്ലല്ലോ. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് ഒരു 2 കോമൺ എടുക്കാമല്ലോ. 2 times of 3 cos x plus 2 sin x എന്ന് നമുക്ക് എഴുതാം, dx എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിലുള്ള 3 cos x plus 2 sin x നെ എനിക്ക് t എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 into cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്, പ്ലസ് 2 into sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. ഇതിന്റെ dx നെ dt എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. സോ ദിസ് ഇസ് 2 cos x minus 3 sin x dx എന്ന് പറയുന്നത് നമ്മുടെ dt ആയിട്ട് മാറും അല്ലെ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ 2 cos x minus 3 sin x dx എന്ന് പറയുന്ന ന്യൂമറേറ്ററിലുള്ളതിനെ നമുക്ക് dt ഡിവൈഡഡ് ബൈ 6 cos x plus 4 cos x 2 times of 3 cos x plus 2 sin x നെയാണ് നമ്മൾ t എന്ന് വിളിച്ചത് അല്ലെ. സോ വളരെ സിമ്പിൾ ഇന്റഗ്രൽ ആയി മാറിയല്ലോ. ഇത് 1/2 times of log mod t plus c. സോ ദിസ് ഇസ് 1/2 times of log mod of t എന്ന് പറയുന്നത് നമുക്ക് 3 cos x plus 2 sin x ആയിരുന്നു അല്ലെ, പ്ലസ് c എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി. 28ന്റെ ഉത്തരം ഇതാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ പിടികിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് 28th ചോദ്യവും ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പം പിടികിട്ടി തുടങ്ങിയില്ല എന്താണ് മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. വളരെ എഫക്റ്റീവ് മെത്തേഡ് അല്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാ എക്സസൈസിലും ഇതിന്റെ ആവശ്യങ്ങൾ വരും. ഒരു കീ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ബാനെ ശ്രദ്ധിച്ച് പഠിക്കണേ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടുത്ത ചോദ്യം ഏത് വേണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് cot x into log of sin x dx. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എഴുതേണ്ടത് ലെറ്റ്സ് പുട്ട് log of sin x as a t. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ log of sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/sin x into ഡെറിവേറ്റീവ് ഓഫ് sin x, അതായത് cos x dx എന്ന് പറയുന്ന dt എന്ന് വരും അല്ലെ. cos x by sin x എന്ന് പറയുന്ന cot x ആണ്. സോ cot x dx എന്ന് പറയുന്ന dt. സോ ഈ cot x dx dt ആയി മാറി. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് cot x dx എന്ന് പറയുന്ന dt യും log of sin x എന്ന് പറയുന്ന t യും കിട്ടി. സോ cot x dx dt. സോ ദിസ് ഇസ് ജസ്റ്റ് an integral t dt which is t square divided by 2 plus c. t എന്താണ്? t എന്ന് പറയുന്ന log of sin x ആണ് അല്ലെ. that thing whole square divided by 2 plus c എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇവിടെ കിട്ടുകയുണ്ടായി. കാര്യം പിടികിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ചോദ്യം ആയിരുന്നു ഇത്. ഓക്കെ, സോ ദിസ് ഷുഡ് ബി ദ ഫൈനൽ ആൻസർ ഹിയർ. അപ്പോൾ ഈ ചോദ്യവും നമുക്ക് കഴിഞ്ഞു. ഈ ചോദ്യവും കഴിഞ്ഞെങ്കിൽ ചോദ്യത്തിന്റെ നമ്പർ എന്തായിരുന്നു? നമ്പർ ഇട്ടിട്ട് പോട്ടെ. അപ്പൊ നമുക്കൊരു കുറച്ചൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. നമ്മളൊരു 300 ചോദ്യം അടിക്കാൻ പറ്റിയ. സോ 29 കഴിഞ്ഞു.
29 കഴിഞ്ഞെങ്കിൽ നമുക്ക് 30th ചോദ്യത്തിലേക്ക് കിടക്കാം. 30th ചോദ്യം ഇതാണ്. 30th ചോദ്യത്തില് ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങള് എന്തെങ്കിലും നമുക്കുണ്ടോ എന്ന് നോക്കാം. ചോദ്യം 30th ചോദ്യം cos x-ന്റെ കഴിഞ്ഞു, sin x divided by 1 plus cos x കഴിഞ്ഞു, 1 divided by 1 plus അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഇതാണ്. 30ാമത്തെ ചോദ്യം, ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് എക്സ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഇന്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് എക്സ് ഡി എക്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് എക്സിനെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലെ. സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാലോ. എഴുതാം. ഇനി ഇതിപ്പോഴും ഡയറക്ട്ലി ഇന്റഗ്രബിൾ ഫോർമാറ്റിലാണോ? അല്ല, ഇതിപ്പോഴും ഡയറക്ട്ലി ഇന്റഗ്രബിൾ ഫോർമാറ്റിലല്ല. അപ്പൊ ഇതിൽ ഡയറക്ട്ലി ഇന്റഗ്രബിൾ ഫോർമാറ്റിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ നോക്കാം. നമുക്ക് താഴെയുള്ളത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് അല്ലെ. ഇപ്പൊ മുകളിലും സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാവോ? ഇപ്പൊ ഞാൻ മുകളിലുള്ളതിനെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ എനിക്ക് മൈനസ് ഓഫ്, കാരണം നമുക്ക് സൈൻ എക്സ് മാത്രമേ ഉള്ളൂ ആക്ച്വലി മുകളിൽ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്നിങ്ങനെ എഴുതിയാലോ. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിപ്പോവും. ഇപ്പൊ ന്യൂമറേറ്ററിൽ നമുക്ക് എഫക്റ്റീവ്ലി എന്താ ഉണ്ടായത്? കോസ് എക്സും മൈനസ് കോസ് എക്സും പോയിട്ട് ന്യൂമറേറ്ററിൽ നമുക്കുള്ളത് 2 sin x ആണ്. പക്ഷെ ആക്ച്വലി നമുക്ക് 2 sin x ഉണ്ടോ? ഇല്ല. അപ്പൊ 2 sin x നെ sin x ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫോർമാറ്റ് ആണ്. 1/1 പ്ലസ് കോട്ട് എക്സ്, 1/1 പ്ലസ് ടാൻ എക്സ്. ഇതെല്ലാം നിങ്ങൾ ഫ്രീക്വന്റ്ലി ഇനി പലയിടത്തും കാണാൻ പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ എപ്പോൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡിലൂടെ അവിടെ എത്താൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്കും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ പതുക്കെ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഞാൻ മനസ്സിലാക്കി താഴെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഉണ്ട്, മുകളിൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ കൊണ്ടുവരാനായിട്ട് ഞാനൊരു മാനിപ്പുലേഷൻ ചെയ്തു. എന്ത് ചെയ്തു? ആ സൈൻ എക്സ് എന്ന് മാത്രമുള്ളതിനെ ഞാൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതി, പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്ന് എഴുതി. എന്തുകൊണ്ടാണ്? സോ എഫക്റ്റീവ്ലി ന്യൂമറേറ്ററിൽ എനിക്ക് 2 sin x വന്നു. പക്ഷെ 2 sin x നമുക്കില്ല, സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത്രയും സർക്കസ് ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇതിനെ ഡിവൈഡ് ചെയ്ത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് കിട്ടും, പ്ലസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എനിക്ക് എഴുതാമല്ലോ, dx എന്ന് എഴുതാം. സോ ദിസ് ഇസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ dx എന്ന് പറയുന്ന x ആണ്, പ്ലസ് 1/2 ടൈംസ് ഓഫ്, ഇനി ഞാൻ ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് വേണം അല്ലെ. ഇപ്പൊ ഇവിടെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇവിടെ ഞാൻ ഈ ഡിനോമിനേറ്ററിലുള്ള സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, ഡി എക്സ് ആണ്, ഡി ടി എന്ന് കിട്ടും. ഇതിന്റെ നെഗറ്റീവ് പുറത്തെടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിനെ മൈനസ് ഡി ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും, ഇതിന്റെ നെഗറ്റീവ് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ. സോ ഈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിനെ എനിക്ക് മൈനസ് ഡി ടി എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ഈ ഇന്റഗ്രലിന് എന്തായിട്ട് മാറും? 1/2 ടൈംസ് ഓഫ് എക്സ് അവിടെ ഉണ്ട്, പ്ലസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സിനെ മൈനസ് ഡി ടി എന്ന് വിളിച്ചു, പിന്നെ താഴെയുള്ള സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ടി എന്നും വന്നു അല്ലെ. സോ ദിസ് ഇസ് 1/2 ടൈംസ് ഓഫ് എക്സ് പ്ലസ് മൈനസ് 1/2 ടി ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഡി ടി അല്ലെ. സോ 1/2 എക്സ് മൈനസ് 1/2 ടൈംസ് ഓഫ് ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്ന് പറയുന്ന ലോഗ് മോഡ് ടി പ്ലസ് സി ആണ്. സോ ദിസ് ഇസ് x/2 മൈനസ് 1/2 ടൈംസ് ഓഫ് ലോഗ് മോഡ് ഓഫ് ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രീവിയസ്ലി എടുത്തിരുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എടുത്തു, പ്ലസ് സി എന്ന് പറയുന്നത് നമ്മൾ ഈസി ആയിട്ട് എടുത്തു. സോ ദി ആൻസർ വിൽ ബിക്കം x/2 മൈനസ് 1/2 ടൈംസ് ഓഫ് അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലെങ്തി ചോദ്യമായിരുന്നു. സോ ദിസ് ഇസ്
x/2 minus 1/2 times of log mod of sin x plus cos x plus. അപ്പൊ നമ്മൾ 30 ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ ട്രിഗ്നോമെട്രിക് ഇന്റഗ്രേഷൻ 1-2 ചോദ്യം നമ്മുടെ ഇതിന്റെ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലുള്ളതും ചെയ്യും. ഇപ്പൊ എല്ലാം നമ്മൾ NCERT ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ NCERT തന്നെ നല്ല ചോദ്യങ്ങളുണ്ട്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ NCERT നിങ്ങൾ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമൊന്നുമില്ല. വളരെ നല്ല ചോദ്യങ്ങൾ വരും. നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. സോ എല്ലാവരും പഠിച്ച് മുന്നോട്ട് പോകട്ടെ. നമുക്ക് നന്നായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോയിൽ NCERT ലെവലിലുള്ള നല്ല ചോദ്യങ്ങളായിട്ടുള്ള ട്രിഗ്നോമെട്രിക് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും. 45 ചോദ്യം വരെ എത്തും. സോ ടോട്ടൽ നമ്മൾ 30 ചോദ്യത്തിൽ എത്തി. ഓൾമോസ്റ്റ് 1/10 ഓഫ് അവർ ടാർഗറ്റ് അല്ലെങ്കിൽ 1/11 ഓഫ് അവർ ടാർഗറ്റിൽ നമ്മൾ എത്തിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും നന്നായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ മീറ്റ് അഗെയിൻ. Until then, bye bye. Have a nice time, my dear friends. Bye.